കൊല്ലം ജില്ലയിൽ നാളെ UDF കരിദിനാചരണത്തിന് ആഹ്വാനം ചെയ്തു. കൊട്ടിക്കലാശത്തിനിടെ CR മഹേഷ് MLA LDF പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് UDF പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജീവ് ചേരുന്നു. രാജീവ്, കരിദിനാചരണത്തിന്റെ ഭാഗമായി എന്തൊക്കെ പ്രതിഷേധ പരിപാടികൾക്കാണ് UDF ആഹ്വാനം ചെയ്തിരിക്കുന്നത്? ലിവീഷ്, UDF-ന്റേതല്ല വാർത്ത വന്നിരിക്കുന്നത്, തെറ്റാണ്. നമ്മുടെ UDYF-ന്റെ നേതൃത്വത്തിലാണ് നാളെ കരിദിനം ആചരിക്കുന്നത്. ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തെ തുടർന്ന് കരുനാഗപ്പള്ളി MLA ആയ CR മഹേഷിന് പരിക്കേറ്റിരുന്നു. ഇത് CPM-ഉം ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ കരുതിക്കൂട്ടി ചെയ്ത ഒരു ആക്രമണം എന്നാണ് UDYF-ഉം UDF കേന്ദ്രങ്ങളുമെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിൽ നിരവധി പോലീസുകാർക്കും നിരവധി പ്രവർത്തകർക്കും UDF-ന്റെ പ്രവർത്തകർക്കും എല്ലാം തന്നെ പരിക്കേറ്റിരുന്നു. CR മഹേഷും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നെഞ്ചിനും കൈക്കുമാണ് CR മഹേഷിനെ കല്ലേറ് പരിക്കേറ്റത്. ഈ സംഘർഷത്തിന്റെ ഭാഗമായി പോലീസ് കണ്ണീർവാതക സെല്ലും പ്രയോഗിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ UDYF-ന്റെ നേതൃത്വത്തിൽ നാളെ കരിദിനം ആചരിക്കുന്നത്. UDYF പ്രവർത്തകർ എല്ലാം തന്നെ നാളെ കറുത്ത ബാഡ്ജ് ധരിക്കണം എന്നാണ് അവർ നിർദ്ദേശം കൊല്ലം ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗിരീഷ്, രാജീവ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? MLA-ക്ക് പരിക്കേൽക്കാനിടയായ ഒരു സാഹചര്യം എന്താണ്? ലിവീഷ്, ഈ കൊട്ടിക്കലാശം നടക്കുന്ന സമയങ്ങളിൽ അവിടെ രണ്ട് പ്രവർത്തകർ തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് കല്ലേറുണ്ടായത്. ഈ കല്ലേറിൽ അപ്രതീക്ഷിതമായാണ് MLA-ക്ക് പരിക്കേൽക്കുന്നത്. രൂക്ഷമായ കല്ലേറാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വൈകുന്നേരം മുതൽ കൊടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ കല്ലേറിനിടെയാണ് അവിടെ നിന്നിരുന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ നിന്നിരുന്ന CR മഹേഷ് MLA-ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്നത്. ഇതിൽ 4 പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഈ കല്ലേറിനെ തുടർന്നാണ് ഈ കൃത്യമായ വിവരങ്ങൾ അവർ നൽകുന്നില്ല. കാരണം ഈ എല്ലാ പാർട്ടികളും തന്നെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് പോലീസും കണ്ണീർവാതക ഷെല്ല് പ്രയോഗിക്കേണ്ടി വന്നത്. എന്തായാലും ഇതിനിടെയാണ് ഇപ്പോൾ ഈ സംഘർഷത്തിനിടെയാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗിരീഷ്, രാജീവ്, MLA ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണോ? മറ്റ് എത്ര പ്രവർത്തകർ കൂടി പരിക്കേറ്റിട്ടുണ്ട്? MLA-യുടെ ഒപ്പം പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തുടരെ കല്ലേറ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ആ സ്ഥലത്ത് ഉണ്ടായത്. അതിനുശേഷം പോലീസ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ MLA ആശുപത്രി വിട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തിൽ ആർക്കെങ്കിലുമെതിരെ കേസെടുത്തിട്ടുണ്ടോ? ദിലീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ UDF ഉൾപ്പെടെ പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർ പരാതി നൽകുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി രാജീവ്. കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ UDF-ന്റെ യുവജന സംഘടനകൾ നാളെ പ്രതിഷേധത്തിന് കരിദിനാചരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളാണ് രാജീവ് കൊല്ലത്ത് നിന്ന്